ഹായ് ഗൈസ്, എൻ്റെ പേര് ശ്രീഷ്മ. ഞാൻ ആദ്യമായിട്ടിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. എത്രത്തോളം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എനിക്ക് ഹാപ്പിയാണ് ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് കാണുമ്പോൾ, ഓരോ സ്ഥലത്ത് പോകണമെന്നും ഒക്കെ. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് USA ഹരിക്കെയിൻ മൗണ്ടെയിനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ചുമ്മാ ഞാൻ ഇതിലിടാൻ പോണത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യോട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. പോണ വഴിയിലുള്ള സ്ഥലങ്ങൾ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ഹസ്ബൻഡാട്ടോ, വൈശാഖ്. നമ്മൾ കുറേ നേരമായി ഗൈസ് നടക്കണു. എത്ര ദൂരം നടക്കാണ്ടെന്ന് അറിയില്ല. എന്താ ഏട്ടാ ചിരിക്കണേ? എത്ര? അടിപൊളി. 4.6 മൈൽ നടക്കാണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വീഡിയോയിൽ പകർത്താം. ഫുൾ ഫോറസ്റ്റ് പോലെയാണ് കേട്ടോ. മൃഗങ്ങളൊന്നും കയറിയിട്ടില്ല, കരടിയൊക്കെ ഉള്ളൂ. അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടെ. കരടിയൊന്നും ഇല്ല എന്നല്ല കേട്ടോ, കരടി വന്നാൽ തീർന്നു. കരടി വന്നാൽ ഓടാൻ പറ്റില്ല, കാരണം കിതച്ചിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഓടാൻ പറ്റില്ല. പാറകളുണ്ടെങ്കിലും സീനില്ല, കാരണം കുറച്ച് പ്രായ ആൾക്കാരും കുട്ടികളൊക്കെ കയറുന്ന ടൈപ്പാണ്. അതുകൊണ്ട് അത്ര ഹെവി ആയില്ല. നമുക്ക് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറാം, സുഖമായിട്ട് കയറാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഫ്ലാറ്റ് ഉണ്ട്, അതുകൂടെ പോകാം. പക്ഷെ ഇത് രസമുണ്ട്. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല, കയറി പോണം. എന്താ കരടീനടിക്കാനാ? അതെനിക്ക് മനസ്സിലായി. ഓ, കരടി അടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടുന്നു അല്ലേ? പക്ഷേ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സീനറി തന്നെയാണ് കേട്ടോ ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അധികം ആൾക്കാരെയൊന്നും കാണാനില്ല, എന്നാലും പേടിയുണ്ടെങ്കിലും നല്ല രസമുണ്ട് ഇവിടെ. അണ്ണാൻകുട്ടി കണ്ടുവോ? ഇത് ഓടണു. കേറിയത് അവിടെ കുറേ കിളികളെയൊക്കെ കാണാനുണ്ട്. പിന്നെ അണ്ണാൻ്റെയും ഒക്കെ സൗണ്ട് കേൾക്കാണ്ട്.
ഗ്രീൻ ഹിൽ പ്രിസർവ്. ഈ വഴി, ഇതൊരു വഴി, ഇതും ഒരു വഴി. ഓക്കെ. ആ, അതിലേ പോവാം. കയറ്റി കുത്തനെ കയറി പോവാണ്. അതാ കുറച്ച് ടഫാന്ന് പറഞ്ഞു. മേലേക്ക് കയറി പോവല്ലേ. ഹായ്. ഭയങ്കര ചൂടാ. ഇത് വേണ്ട. നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് നോക്കിയതാ. കാരണം അതിങ്ങനെ കയറി വരുമ്പോഴേ കണ്ടാ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരണം. ഇങ്ങനെ കയറി പോകണം. നമ്മളൊന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നമുക്കിനി 2 മിനിറ്റായി. നമുക്കിനി ഓടാം. ഓടല്ല, നടന്നാൽ മതി. നടക്കാം. പോവല്ലേ? ശബരിമല എങ്ങനെയാണോ? ശബരിമല ഇപ്പോഴത്തെ ശബരിമലയൊക്കെ ഭയങ്കര കുറച്ചുകൂടി ഈസിയാണ്. ശബരിമലയിൽ പോയിട്ടുണ്ട് 3 പ്രാവശ്യം. പക്ഷെ അന്ന് കുറച്ച് ചെറുതായിരുന്നു. അത്രയ്ക്ക് ഓർമ്മയില്ല. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴത്തെ ശബരിമലയൊക്കെ കുറച്ചും കൂടി എളുപ്പമല്ലേ? ഒരു പടികളുടെ ഒരു സൃഷ്ടി നാച്ചുറലായിട്ട് എന്ത് രസം, എന്തൊരു ഭംഗിയാ. നമ്മളിങ്ങനെ കയറി മേലേക്ക് പോവല്ലേ. അവിടെ 2 ആൾക്കാർ നിൽക്കണ കണ്ടു. അങ്ങനെ മേലേക്ക് കയറി പോവാണ്. നമ്മൾ വന്നത് താഴത്തുനിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതൊരു ഇറക്കാണ്. നമ്മൾ കയറി പോരുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി കാണിക്കാം. അങ്ങനെ നമ്മൾ കയറി. ഇനിയും കയറാണ്ട് നമുക്ക്. ഇതാണ് നമ്മളിപ്പോൾ കയറിയ വഴി. നമ്മൾ കയറാൻ പോണത് ഇങ്ങോട്ടാണ്. പോവാ, കയറാം നമുക്ക്. ഓക്കെ, നമ്മൾ എത്താറായിരിക്കണം. നമ്മൾ നോക്കി കയറിയില്ലെങ്കിലേ നമ്മൾ വീഴും. കാരണം ഇങ്ങനെയല്ലേ, കല്ലുകളൊക്കെ നേരെയല്ലല്ലോ. നമ്മൾ നോക്കി കയറണം. ഇപ്പം നമ്മൾ ഇത്രയും വലിയ പാറയാണ്. ഇപ്പോൾ വന്ന വഴി, ആ ആൾക്കാർ വരുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴി. ഇങ്ങനെ കയറണം. നല്ല ഭംഗിയില്ലേ? ഫോൾ സീസൺ ആയതുകൊണ്ട് ഇലകളൊക്കെ കളർ മാറിയിട്ട് നല്ല ഭംഗിയില്ലേ ഇലകളൊക്കെ കാണാൻ? കണ്ടു. ഇങ്ങനെ കടക്കണ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഈ മുകളിൽ നോക്കൂ, ആ ആകാശവും അതിൻ്റെ കൂടെ ഈ പച്ചയും റെഡും മഞ്ഞയൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിലെയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. നമ്മളിങ്ങനെ ഇനിയും കയറാൻ പോവാണ് മേലേക്ക്. കയറിക്കോളൂ. അപ്പോൾ നമ്മളിനി ആ പാറ ഒന്നും കൂടിയും കയറണം. വലിയൊരു പാറയാണിത്. നമ്മൾ കയറണം. നല്ല രസമല്ലേ? വെയിലും പിന്നെ ഈ ഇലകളിങ്ങനെ കളർ മാറിയിട്ട് പ്രത്യേക ഭംഗിയില്ലേ?
നമ്മൾ കയറാണ്. അല്ല കുഴപ്പമില്ല. എങ്ങനെ ഇപ്പം അത് കയറിയേ? ഓക്കെ, കേറി കേറി വരുന്തോറും ഭംഗി കൂടി കൂടി വരും. ആകാശവും നല്ല ഭംഗിയുണ്ട്. നോക്ക്, വ്യൂ നോക്ക്. ആകാശം ഒരു 2 കളറായിട്ട് കാണുന്നുണ്ടോ? കഷ്ടപ്പെട്ട് നടന്നതിന് ഒരു ഇതുണ്ടായി. എന്ത് ഭംഗിയാ കാണാൻ, പ്രത്യേക ഭംഗി. ഇനി നമ്മൾ മേലേക്ക് പോവാം കേട്ടോ. മരത്തിന്റെ ഭംഗി കണ്ടു. കളർ ചേഞ്ച് ആവണ ഒരു ഭംഗി ഇതെങ്ങനെ പറഞ്ഞറിയിക്കാം. അതിൻ്റെ ഇടയിൽ കാറ്റും, നല്ല കാറ്റും അത് പറഞ്ഞപ്പോ വന്നു. എന്ത് ഭംഗിയാ കാണാൻ, പ്രത്യേക ഭംഗി. സൺഗ്ലാസ് വെച്ചു. അപ്പോ എന്ത് ഭംഗിയാ നോക്കി മരങ്ങൾ കാണാൻ. പ്രത്യേക ഭംഗിയില്ലേ ഈ മെപ്പിളിന്റെ ഇല കളർ മാറിയപ്പോ ഉള്ള ഒരു ഭംഗി. ആ സൂര്യന്റെ ഷെയ്ഡ് കിട്ടുമ്പോ എന്ത് തന്നെ പറയും. ഇതൊക്കെ പ്രകൃതിയുടെ ഈ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. പക്ഷെ അതിനൊരു എന്താ പറയുക, റിസൾട്ട് കിട്ടി. ഇത്രയും കയറി വന്നിട്ട് ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ കണ്ടു, ആ മലയൊക്കെ കണ്ടു. ആ ഒരു വല്ലാത്തൊരു വ്യൂ അത്. നമ്മൾ ഇലയുടെ ഒക്കെ ഭംഗി നോക്ക്, ഇത് ഭംഗിയാ കാണാൻ. ഇത്രയും കയറി വന്നതിന് ഉപകാരം ഉണ്ടായി. എന്താ വ്യൂ നോക്കൂ. ഇനിയും മേലോട്ട് നമ്മൾ കയറണം. കയറിയിട്ടില്ല, കയറാൻ പോണേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വഴി അങ്ങോട്ട് ടോപ്പിലേക്ക് പോവുകയാണ് മൗണ്ടൈൻ്റെ. ആ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സൂര്യൻ ഇങ്ങനെ എന്ത് ഭംഗിയാ കാണാൻ.
വ്യൂ. നമ്മളങ്ങനെ ഹറിക്കേൻ മൗണ്ടൻ്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണ്. മലകൾ നമ്മളും ഇങ്ങനെ ഒരു മലയുടെ മേലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ്. ഇപ്പോൾ എന്താ പറയുക, നല്ല സുഖമുള്ള കാറ്റാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്താ പ്രകൃതിയുടെ ഓരോ ഭംഗിയൊക്കെ ഒന്നും അറിയില്ല. ഇത്രയും നമ്മൾ കയറി വന്നതിന് ഉപകാരം ഉണ്ടായി. കാരണം ഇത്രയും കയറി വന്നിട്ട് ഇത്ര നല്ലൊരു വ്യൂവും നല്ലൊരു ക്ലൈമറ്റും നല്ല സുഖമുള്ള ഒരു കാറ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. നമ്മൾ മൗണ്ടൈൻ കയറണതല്ലേ എടുത്തത്, കയറിയതിന് ശേഷമുള്ളതല്ലേ എടുത്തത്. നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇതിനുള്ള ഓരോ ഇറക്കങ്ങളുമാണ് ഇനിയുള്ളത്. എവിടെ എവിടെ ഹാർട്ടിന്റെ ആ വെള്ളയാണോ? ആ ശരിയാണ്. അതെന്താ, അതാരെങ്കിലും പോയി വരച്ചു വെച്ചതാണോ, ഉണ്ടാക്കിയതാണോ? പക്ഷെ അതൊക്കെ മരങ്ങൾ നിൽക്കുന്ന സ്ഥലമല്ലേ. പക്ഷെ നല്ല രസമുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചത് തന്നെ വലിയ കാര്യം. ആ കുത്തനെയുള്ള ഇറക്കാണ്, അതാണ് പ്രശ്നം. വഴിക്ക് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു മിനിറ്റ്, ഞാൻ മെല്ലെ ഇറങ്ങും. സ്പീഡിൽ വഴിക്ക് വീണ അവിടെ കിടക്കും നിലത്ത്. നമ്മൾ കയറിപ്പോയ വഴി ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇടയിൽ കൂടെ വന്നിട്ട് ഇവിടെ എത്തി. നമ്മൾ ഈ വഴി ഇങ്ങനെ കയറിപ്പോയത്, ഇങ്ങനെ കയറിപ്പോയി. ഇനി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോണം. ഇറങ്ങണ്ട, ഒരു ഇറക്കാണ്. ആ ഇറക്കം ഇങ്ങനെ ഇറങ്ങി നമ്മൾ അടിയിലെത്തണം, താഴെ എത്തണം. അപ്പം നമുക്ക് പോവാം.
നിരങ്ങ്. നമ്മുടെ ട്രിപ്പാണ് ഈ കാണുന്നത്. ആ പോകുന്ന വഴികൾ കണ്ടു. ഇങ്ങനെ വന്നിട്ട് അങ്ങനെ പോകണം നമ്മൾ. അടിയിലെത്തണം നമ്മൾ. മൊത്തം ഇറക്കമാണ്. നമുക്ക് ഓടിക്കളിക്കാം. ഞാനൊരു ഓളത്തിന് വന്നു. ആ ഇലകളൊക്കെ ഇങ്ങനെ ഓരോ ഇലയായിട്ട് വീണ് കാണുമ്പോൾ എന്ത് ഭംഗിയാണ്. അവിടെ ഒരു ഇല വീണു. ഈ സ്ലോ മോഷനൊക്കെ വീഡിയോ എടുക്കില്ലേ,